പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നീതിമാന്മാരാകുക, നീതിമാനെ താങ്ങുന്ന ദൈവം. നീതിയോടെ ജീവിക്കുമ്പോൾ കർത്താവ് നമ്മളെ ഏത് വിധത്തിലാണ് താങ്ങി നടത്തുന്നത്. അങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം നീതിമാന്മാരായി കാണുന്ന വ്യക്തികളെയും അവരെ ദൈവം സഹായിക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മളിന്ന് ചിന്തിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈ ലോകം വളരെ ദുഷിച്ചതാണെന്ന് നമുക്കറിയാം. ഈ ലോകത്തിൽ നീതിയോടെ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ഇല്ലെങ്കിൽ ഇതിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്ന് നമുക്ക് ഈ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയാനും ദൈവസ്നേഹം നമ്മളിൽ നിറയാനും ആഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ വചനം കേൾക്കുമ്പോൾ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും ഇവർക്കും ഇവരുടെ കുടുംബത്തിനും ഇവരുടെ നിയോഗങ്ങൾക്കും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ കൃപ സമൃദ്ധമായിട്ട് ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മേ, വിശുദ്ധരെ, മാലാഖമാരെ ഈ ശുശ്രൂഷയിൽ ദൈവകരം വെളിപ്പെടാൻ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവിൽ സ്നേഹമുള്ളവരെ, നീതിമാനെ താങ്ങുന്ന ഒരു ദൈവം വിശുദ്ധ ബൈബിളിലുണ്ട്. ഈ ലോകം ഒരുപാട് അനീതിയുടെയും വഞ്ചനയുടെയും കാപട്യത്തിൻ്റെയും ഒക്കെ ഒരു ലോകമാണെന്ന് നമുക്കറിയാം. നമ്മൾ ജീവിക്കുന്ന ലോകം അതുപോലെ ആയി തീർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എല്ലാവരും അങ്ങനെയല്ല. നമുക്ക് ഇവിടെ സത്യവും നീതിയും പാലിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം അതിങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്: നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും വറ്റാത്ത നീർച്ചാല് പോലെയും. വളരെ മനോഹരമായ വിശുദ്ധ ഗ്രന്ഥത്തിലൊരു വചനമാണത്. ആമോസ് 5:24. നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും വറ്റാത്ത നീർച്ചാല് പോലെ. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലും ഈ നീതിക്ക് വേണ്ടി ഒരു ദാഹം ഉണ്ടാകട്ടെ, സത്യത്തിന് വേണ്ടി ഒരു ദാഹം ഉണ്ടാകട്ടെ. നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ സത്യവും നീതിയും പാലിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കാരണം ദൈവം നീതിമാനാണ്, ദൈവം സത്യവാനാണ്. ദൈവത്തിൽ അനീതിയില്ല, ദൈവത്തിൽ അസത്യമില്ല. അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുന്ന ജീവിത രീതിയും അസത്യമില്ലാത്തതും നീതിയുള്ളതുമായിരിക്കണം എന്നാണ്. സത്യവും നീതിയും പാലിക്കുന്ന ഒരു ജീവിതം. അതുകൊണ്ടാണ് പ്രവാചകനിലൂടെ കർത്താവ് ഇന്ന് ഈ വചനം നമുക്ക് തരുന്നത്: നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും വറ്റാത്ത നീർച്ചാല് പോലെ ആയിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വളരെ ഭാരമേറിയ, ബുദ്ധിമുട്ടേറിയ ഒരു സംഗതിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പക്ഷേ ദൈവത്തിന് ഒന്നും അസാധ്യമല്ലാത്തതുകൊണ്ട്, മനുഷ്യർക്ക് പലതും അസാധ്യമാണെങ്കിലും ദൈവത്തിന് ഒന്നും അസാധ്യമല്ലാത്തത് കൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന നമുക്ക് അത് ചെയ്യാൻ പറ്റും. അത് വിശ്വസിക്കണം. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, അവിടെയാണ് ആദ്യമായിട്ടൊരു നീതിമാനെക്കുറിച്ച് ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് അതൊന്ന് ശ്രദ്ധിക്കാം. ഇതാണ് നോഹയുടെ വംശാവലി. നോഹ നീതിമാനായിരുന്നു. ആ തലമുറയിലെ കറയറ്റ മനുഷ്യൻ. അവൻ ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോഹയെക്കുറിച്ച് എന്താ ബൈബിൾ പറയുന്നത്? നോഹ നീതിമാനായിരുന്നു. നോഹ നീതിമാനായിരുന്നു. ആ തലമുറയിലെ കറയറ്റ ഒരു മനുഷ്യൻ. അവൻ ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്നു. ഇത്ര മനോഹരമാണ് ആ വചനം. അതായത് ഒരു വ്യക്തിയെക്കുറിച്ച് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുകയാണ്, വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്, ദൈവം സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതിനകത്ത് ചില കാര്യങ്ങൾ കർത്താവ് ഉൾച്ചേർത്ത് വെച്ചിട്ടുണ്ട്. ആ നോഹ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് അനീതി ഉണ്ടായിരുന്നു, ഒരുപാട് തിന്മ പെരുകിയിരുന്നു. എന്നാൽ ആ സമൂഹത്തിൽ ജീവിച്ച ഈ നോഹ തൻ്റെ കൂടെയുള്ള മനുഷ്യരുടെ തിന്മകളിലോ അവരുടെ അനീതികളിലോ വഞ്ചനയിലോ കാപട്യത്തിലോ ഒന്നും പെടാതെ അവൻ എന്ത് ചെയ്തു? നീതിയുടെ മാർഗത്തിൽ ജീവിച്ചു. കാരണം അവന് ദൈവഭയം ഉണ്ടായിരുന്നു.
അവൻ നീതിയുടെ മാർഗത്തിൽ ജീവിച്ചു, സത്യത്തിൻ്റെ മാർഗത്തിൽ ജീവിച്ചു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്. നോഹയ്ക്ക് 3 പുത്രന്മാർ ഉണ്ടായിരുന്നു, ഷാം, ഹാം, യാഫെത്ത്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഭൂമി ദുഷിച്ചതായി ദൈവം കണ്ടു. ഭൂമിയാകെ ദുഷിച്ചതായി തീർന്നു. എങ്ങും അക്രമം നടമാടി. ഭൂമി ദുഷിച്ചു പോയെന്ന് ദൈവം കണ്ടു. ലോകത്ത് മനുഷ്യരെല്ലാം ദുർമാർഗികളായി തീർന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ഇത് തന്നെയല്ലേ ഇന്ന് നമ്മുടെ ലോകത്ത് നടക്കുന്നത്? എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട വചനമാണ്. ഭൂമി ദുഷിച്ചതായി തീർന്നു എന്ന് ദൈവം കണ്ടു. എങ്ങും അക്രമം നടമാടി. ഭൂമിയിലെ മനുഷ്യരെല്ലാം ദുർമാർഗികളാണെന്ന് ദൈവത്തിന് മനസ്സിലായി. ഭൂമി ദുഷിച്ചു പോയെന്ന് ദൈവം കണ്ടു. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മുടെ ചുറ്റുപാടുകൾ നോക്കിയാൽ ഈ വചനം അന്വർത്ഥമല്ലേ? എങ്ങും അക്രമം നടമാടുകയല്ലേ? ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിലൊക്കെ ഇന്ന് അതിക്രമം ലോകത്ത് അരങ്ങേറുന്നില്ലേ പ്രിയപ്പെട്ടവരെ? എന്തുമാത്രം മാതാപിതാക്കൾ മക്കളെ വഞ്ചിക്കുന്നു, മക്കൾ മാതാപിതാക്കളെ വഞ്ചിക്കുന്നു. സത്യത്തിനും നീതിക്കും വിലയില്ലാതായി തീർന്നിരിക്കുന്നു. ഗവൺമെൻറ് ജനങ്ങളെ വഞ്ചിക്കുന്നു, ജനങ്ങൾ ഗവൺമെൻറ്റിനെ വഞ്ചിക്കുന്നു. എന്തെല്ലാം വിധത്തിലുള്ള വഞ്ചനയും കാപട്യവും ഇന്ന് നമ്മുടെ ലോകത്ത് അരങ്ങേറുന്നുണ്ട്. സത്യം തിരസ്കരിക്കപ്പെടുകയാണ്, നീതി അസ്തമിക്കുകയാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നോഹയും ജീവിച്ചത്. പക്ഷേ നോഹ എന്ത് ചെയ്തു? നോഹ ഈ മനുഷ്യൻ്റെ ദുർമാർഗങ്ങളിൽ ചരിക്കാതെ ദൈവത്തിൻ്റെ നീതി അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം എന്തുമാത്രം നോഹയ്ക്ക് ആ സമൂഹത്തിൽ നിന്ന് വേദനകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ നീതിമാനായ നോഹയെ ദൈവം സംരക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് നോഹയോട് അരുളി ചെയ്തു, നീയും മക്കളും പെട്ടകത്തിൽ പ്രവേശിക്കുക. ഈ തലമുറയിൽ നിന്നെ ഞാൻ നീതിമാനായി കണ്ടിരിക്കുന്നു. എന്തോ ഒരു നല്ല സർട്ടിഫിക്കറ്റ്, എന്തോ ഒരു പ്രശംസനീയമായ വാക്ക്. ദൈവം നോഹയോട് പെട്ടകം ഉണ്ടാകാൻ പറഞ്ഞ് ലോകത്തെ നശിപ്പിക്കുകയാണ്. കാരണം അവരുടെ അതിക്രമം അത്രയും വർദ്ധിച്ചിട്ടുണ്ട്, തിന്മ അത്രയും പെരുകിയിട്ടുണ്ട്. നിനക്കും നിൻ്റെ സന്തതികൾക്കും വേണ്ടി ഒരു പെട്ടകം നിർമ്മിക്കാതൊക്കെ അളവൊക്കെ കർത്താവ് പറഞ്ഞു കൊടുത്ത് എല്ലാം റെഡിയാക്കി. എന്നിട്ട് 7-1 കർത്താവ്, ഉൽപ്പത്തി 7-1 കർത്താവ് പറയാണ്, നീയും മക്കളും കുടുംബവും പെട്ടകത്തിൽ പ്രവേശിക്കുക. ഈ തലമുറയിൽ നിന്നെ ഞാൻ നീതിമാനായി കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം എന്നെ നീതിമാനായി കാണുക, അത് ദൈവം വിളിച്ചു പറയുക. എത്രയോ അഭിമാനാർഹമായ കാര്യമാണത്. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനം കേൾക്കുന്ന നമ്മളെക്കുറിച്ച് ദൈവം അങ്ങനെ പറയുമോ? നമ്മുടെ വാക്കും പ്രവൃത്തിയും ദൈവത്തിന് ഇങ്ങനെ പറയാൻ പറ്റുന്ന വിധത്തിലുള്ളതാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. നോഹയോട് ദൈവം, നിന്നെ ഞാൻ ഈ തലമുറയിൽ നീതിമാനായി കണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നീതിയുള്ളവരായി വളരാൻ, ലോകവും അതിൻ്റെ മോഹങ്ങളും നമ്മളെ തേടി വരുമ്പോൾ, അതിൻ്റെ അതിക്രമങ്ങൾ, അധർമ്മങ്ങൾ നമ്മൾ കാണുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സങ്ങോട്ട് ചായരുത്. നമ്മുടെ ഹൃദയം ആ സ്വാർത്ഥ ലാഭത്തിലേക്ക് വീണു പോകരുത്. അവിടെ കർത്താവിൻ്റെ സത്യത്തെക്കുറിച്ചും കർത്താവിൻ്റെ നീതിയെക്കുറിച്ചും ഉള്ള ഒരു വിചാരം നമുക്കുണ്ടായിരിക്കണം. കർത്താവെ, അവിടുന്ന് ഈ അനീതിയിൽ വീഴാതെ എന്നെ താങ്ങണമെന്ന് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ പരിചയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ജോബിൻ്റെ പുസ്തകത്തിൽ ജോബ് എന്ന് പറയുന്ന വ്യക്തി. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഊസ് ദേശത്ത് ജോബ് എന്നൊരാൾ ഉണ്ടായിരുന്നു. തിന്മയിൽ നിന്നകന്ന് ദൈവഭക്തനായി ജീവിച്ച അവൻ നിഷ്കളങ്കനും നീതിനിഷ്ഠനുമായിരുന്നു. എന്നുവെച്ചാൽ നിഷ്കളങ്ക ഭാവം അവനുണ്ടായിരുന്നു. രണ്ടാമത്തത്, അവന് ഒരു നീതിനിഷ്ഠ ഉണ്ടായിരുന്നു അവൻ്റെ ജീവിതത്തിൽ. അനീതിയോട് ചേരാത്ത, ഭൂരിപക്ഷത്തോട് ചേർന്ന് പാപം ചെയ്യാത്ത നീതിയുടെ ഒരു മാർഗത്തിൽ ജോബ് ചരിച്ചു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവിൽ സ്നേഹമുള്ളവരെ, അപ്പം ജോബ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും ഇതുപോലത്തെ തിന്മയൊക്കെ പെരുകിയിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നിരിക്കാം. പക്ഷേ ജോബ് എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ മാർഗത്തിൽ പോയി നീതിനിഷ്ഠനായി നിഷ്കളങ്കനായി ജീവിച്ചു. ദൈവഭയത്തിൽ തന്നെ അവൻ ജീവിച്ചു. നമുക്ക് പിന്നീട് ജോബിൻ്റെ പുസ്തകം തുടർന്ന് വായിക്കുമ്പോഴൊക്കെ ഒരുപാട് കാര്യം മനസ്സിലാക്കാൻ പറ്റും. ജോബിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ 2-3 വാക്യങ്ങളിൽ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്:
ദൈവപുത്രന്മാരുടെ കൂടെ സാത്താനും ദൈവസന്നിധിയിലെത്തി. കർത്താവ് സാത്താനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? അവൻ പറഞ്ഞു, ഞാൻ ഭൂമിയാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ്. അപ്പോൾ ദൈവം ചോദിച്ചു, നീ എൻ്റെ ദാസനായ ജോബിനെ ശ്രദ്ധിച്ചോ? വളരെ സ്നേഹത്തോടെയാണ് ദൈവം ഈ സാത്താനോട് ചോദിക്കുന്നത്. സാത്താനെ, നീ എൻ്റെ ദാസനായ ജോബിനെ ശ്രദ്ധിച്ചോ? അവനെപ്പോലെ നിഷ്കളങ്കനും നീതിനിഷ്ഠനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് മറ്റാരെങ്കിലും ഉണ്ടോ? ജോബിനെക്കുറിച്ച് എന്താ കർത്താവിൻ്റെ സാക്ഷ്യം? അവനെപ്പോലെ നിഷ്കളങ്കനും നീതിനിഷ്ഠനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് മറ്റാരെങ്കിലും ഉണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം ജോബിനെക്കുറിച്ച് നമ്മോട് ചോദിക്കുന്ന, അല്ലെങ്കിൽ ആ സാത്താനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. നീ എൻ്റെ ദാസനായ ജോബിനെ ശ്രദ്ധിച്ചോ? പ്രിയപ്പെട്ടവരെ, നമ്മളെക്കുറിച്ച് ദൈവം അങ്ങനെ പറയുമോ? നമ്മുടെ ജീവിതത്തിലെ വാക്കും പ്രവൃത്തികളും ദൈവത്തിന് ഇങ്ങനെ നമ്മളെക്കുറിച്ച് ഒരു സർട്ടിഫിക്കറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ളതാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഈ പുതിയ ആണ്ടിൽ നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമ്മളെക്കുറിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായം പറയുമോ? അതിനനുസരിച്ചുള്ള നീതിയിലും സത്യത്തിലുമാണോ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതം ഈ ഭൂമിയിൽ മുന്നോട്ട് പോകുന്നത്? ജോബ് നീതിയുടെ മാർഗത്തിൽ സഞ്ചരിച്ചു, നിഷ്കളങ്കനായി ജീവിച്ചു. ലോകത്തിലെ മനുഷ്യരുടെ അധർമ്മങ്ങളിൽ അവൻ പങ്കാളിയായില്ല, അവരുടെ തിന്മകളിൽ അവൻ കൂട്ടിയാർന്നില്ല. അവൻ്റെ ജീവിതത്തിൽ നീതി ജലം പോലെ ഒഴുകി, സത്യം ഒരിക്കലും വറ്റാത്ത നീർച്ചാല് പോലെ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുക്യാറ്റ് 302 ഖണ്ഡികയിൽ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് നീതിപൂർവകമായ ജീവിതം എന്ന് പറഞ്ഞാൽ, എന്താണ് നീതിയിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ. നമ്മൾ ജോബിനെ കണ്ടു, നോഹയെ കണ്ടു, ഇവരൊക്കെ നീതിയോടെ ജീവിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്താണ് നീതിപൂർവകമായ ജീവിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, യുക്യാറ്റ് 302 ഖണ്ഡികയിൽ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. ഒരു വ്യക്തി ദൈവത്തിനും തൻ്റെ സഹോദരങ്ങൾക്കും അർഹതപ്പെട്ടത് എപ്പോഴും നൽകുമെന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നതാണ് നീതിയുടെ ജീവിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ബൈബിൾ യുക്യാറ്റ് പഠിപ്പിക്കുകയാണ്, അതായത് ഒരു വ്യക്തി ദൈവത്തിനും തൻ്റെ സഹോദരങ്ങൾക്കും അർഹതപ്പെട്ടത് എപ്പോഴും നൽകുമെന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുക. ഇതാണ് നീതിയിലുള്ള ജീവിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് അർഹതപ്പെട്ടത്, സഹോദരങ്ങൾക്ക് അർഹതപ്പെട്ടത് അത് പിടിച്ചെടുക്കുന്നതിനെയാണ് അനീതിയുടെ ജീവിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. യുക്യാറ്റ് 302 അത് എഴുതിയിരിക്കുന്നത്. ദൈവത്തിനും തൻ്റെ അയൽക്കാരനും അർഹതപ്പെട്ടത് നൽകുമെന്ന് എപ്പോഴും തീർച്ചപ്പെടുത്തിക്കൊണ്ട് ഒരാൾ നീതിപൂർവ്വം പെരുമാറുന്നു, നീതിപൂർവ്വം ജീവിക്കുന്നു. അപ്പോൾ ദൈവത്തിനും തൻ്റെ സഹോദരങ്ങൾക്കും സഹജീവികൾക്ക്, ഈ പ്രപഞ്ചത്തിലെ ലോകത്തിന് മുഴുവനും അർഹതപ്പെട്ടത് നൽകാതെ, അത് പ്രോത്സാഹനമാണെങ്കിൽ പ്രോത്സാഹനം അർഹതപ്പെട്ടതാണെങ്കിൽ അത് കൊടുക്കണം, അല്ലെങ്കിൽ അത് തെറ്റാണ്. സമ്പത്ത് അർഹതപ്പെട്ടതാണെങ്കിൽ അത് കൊടുക്കണം. എന്താണോ നമ്മുടെ സഹോദരങ്ങൾക്ക് അർഹതപ്പെട്ടത്, ദൈവത്തിന് അർഹതപ്പെട്ടത്, അത് നീ പിടിച്ചു വയ്ക്കുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഒരു മനുഷ്യൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പള്ളിയിൽ നിന്ന് ഉൽപ്പന്നപ്പിരിവിന് വരുമ്പോൾ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാമോ? അദ്ദേഹത്തിന് 20 ഷീറ്റുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ഉദാഹരണം പറയുകയാണ്. 20 ഷീറ്റുണ്ടെന്ന് വിചാരിക്കുക. ഉൽപ്പന്നപ്പിരിവ് വരുമ്പോൾ ഒരു ദിവസത്തെ ഷീറ്റ് മുഴുവൻ കൊടുക്കണം, 20 എണ്ണം കൊടുക്കണം. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? അദ്ദേഹം പകുതി റബ്ബർ വെട്ടും, എന്നിട്ട് 10 ഷീറ്റ് ആക്കി അന്നത്തെ കൊടുക്കും. അപ്പം ഉൽപ്പന്നപ്പിരിവിൽ ദൈവത്തിന് അർഹതപ്പെട്ടത് ഒരു ദിവസത്തെ ആ വരുമാനം കൊടുക്കണമെന്നുള്ള നീതിപൂർവകമായ ആ സംഗതിയിൽ നിന്ന് വ്യതിചലിച്ചിട്ട് 20 ഷീറ്റുള്ള വ്യക്തി എന്തു ചെയ്യുന്നു? 10 ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത് എന്തുമാത്രം അനീതിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ പല കാര്യത്തിൽ ഇതുപോലത്തെ അനീതി പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മുടെ ലോകത്തിലുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞിടയ്ക്ക് എന്നോടൊരാൾ പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്താണ്, അദ്ദേഹത്തിന് ആകെ 7 ഷീറ്റേ ഉള്ളൂ. എത്ര നല്ല പാല് കിട്ടുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന ഷീറ്റ് 7 ഷീറ്റാണ്.
അദ്ദേഹം പറയാം, പള്ളിക്കല്ലേ എന്ന് പറഞ്ഞ് ഉൽപ്പന്ന പിരിവിന് വരുമ്പോൾ 10 ഷീറ്റ് കൊടുക്കും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നോക്കിയ സഹോദരങ്ങളെ, അപ്പോൾ ദൈവത്തിന് അർഹതപ്പെട്ടത് കൂടുതൽ നൽകുന്ന ഒരു നീതിയുടെ പ്രവൃത്തി. എന്നാൽ ഉണ്ടായിട്ടും അതിനെ കാപട്യത്തോടെ കാണിച്ച് അതിനെ പകുതിയാക്കി കൊടുക്കുന്ന അനീതിയുടെ പ്രവൃത്തി ഇതുണ്ട്. ഇന്ന് ഈ ലോകത്ത് ഒരുപാട് മനുഷ്യ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സംഗതികളുണ്ട്. എന്നാൽ നേരെ തിരിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളിതിനകത്ത് ഏത് ഗണത്തിൽ വരും? ജോബിനെ പോലെ, നോഹയെപ്പോലെ ദൈവത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിച്ച് സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണോ ഞാനും നിങ്ങളും? ദൈവത്തിനും തൻ്റെ സഹോദരങ്ങൾക്കും അർഹതപ്പെട്ടത് നൽകാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധാലുവാണോ എന്ന് ഈ വചന ശുശ്രൂഷയിൽ നിങ്ങളൊന്ന് ചിന്തിച്ച്. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 4-ാമത്തെ വാക്യം, വിശ്വാസം മൂലം ആബേൽ കായേലിൻ്റെതിനേക്കാൾ ശ്രേഷ്ഠമായ ബലി ദൈവത്തിന് സമർപ്പിച്ചു, അതിനാൽ ആബേൽ നീതിമാനായി പരിഗണിക്കപ്പെട്ടു. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. വളരെ മനോഹരമായിട്ട് ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതായത് കായേലും ആബേലും ബലിയർപ്പിക്കാൻ പോയി, ആബേലിൻ്റെ ബലി സ്വീകരിച്ചു, കായേലിൻ്റെ ബലി തിരസ്കരിക്കപ്പെട്ടു. അതെന്താ കാരണം? ഈ ഹൃദയത്തിലുണ്ടായിരുന്ന വഞ്ചനാപരമായ ഒരു തീരുമാനത്തിൻ്റെ ഫലമാണത്. അപ്പോൾ ദൈവത്തിന് കൊടുക്കുന്നത് എന്തായാലും കുഴപ്പമില്ല എന്നൊരു ചിന്ത. അപ്പോൾ എന്തായി, കായേൽ വളരെ ശ്രദ്ധയില്ലാതെ, വേണ്ടത്ര ഒരു ബഹുമാനമില്ലാതെ ദൈവത്തിന് കൊടുക്കുന്നത് അത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കണം, ഏറ്റവും വിലയുള്ളതായിരിക്കണം എന്ന് മനസ്സിലാകാതെ ഒരു ലാഘവ ബുദ്ധിയോടെ ആ ബലിയർപ്പണത്തിൽ കാഴ്ച സമർപ്പിച്ചു. എന്നാൽ ആബേൽ തനിക്കുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും നല്ലതുമായി വളരെ നീതിയുടെ മാർഗത്തിൽ നിന്നുകൊണ്ട്, ഹൃദയത്തെ പരിശോധിക്കുന്ന ദൈവത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായത് ദൈവത്തിന് കൊടുത്തു. അതുകൊണ്ട് കായേലിൻ്റേതിനേക്കാൾ ശ്രേഷ്ഠമായ ബലി ദൈവത്തിന് അർപ്പിച്ചതുകൊണ്ട് ആബേൽ ദൈവസന്നിധിയിൽ നീതിമാനായി മാറി. നമ്മുടെ കാഴ്ചകളും നമ്മുടെ ബലിയർപ്പണങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ഈ ലോക ജീവിതങ്ങളും ഈ വിധത്തിൽ നീതിയുടെ മാർഗത്തിലാണോ എന്ന് എൻ്റെ പൊന്നു സഹോദരങ്ങളെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. ഈ കായേലിനെ പോലെ ശ്രേഷ്ഠമായത് അർപ്പിക്കാനാണോ നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്? നീതിയുടെ മാർഗത്തിൽ തന്നെയാണോ നമ്മൾ കൊടുക്കുന്നത്? ദശാംശമൊക്കെ കൃത്യമായിട്ട് കൊടുക്കാറുണ്ടോ? കാഴ്ച വസ്തുക്കൾ അത് നല്ല പവിത്രമായതാണോ കൊടുക്കുന്നത്? നമ്മൾ ശരിക്കും പ്രാർത്ഥനയുടെ സമയത്തിൽ പോലും അനീതി കാണിക്കുന്നില്ലേ? ഏറ്റവും നല്ല സമയം, ഏറ്റവും ശ്രേഷ്ഠമായ സമയം മക്കൾക്ക് പഠിക്കാനും മക്കൾക്ക് മറ്റു കാര്യങ്ങൾക്കും വേണ്ടി മാറ്റിവെച്ചിട്ട് ഉറക്കം വരികയും ക്ഷീണം വരികയും സമയമെടുത്തിട്ടാണോ നമ്മൾ ദൈവത്തിന് ആർക്കും വേണ്ടാത്തതുപോലെ ഒരു സമയത്ത് കുത്തിയിരുന്നാണോ നമ്മുടെ വീട്ടിലെ പ്രാർത്ഥന പോലും നടത്തുന്നത്? ഒന്ന് ചിന്തിച്ചു. ഇതിനതൊക്കെ ഒരു അനീതി കിടപ്പില്ലേ സഹോദരങ്ങളെ? ഏറ്റവും ശ്രേഷ്ഠമായത് ദൈവത്തിന് കൊടുത്തതുകൊണ്ടല്ലേ ആബേൽ നീതിമാനായി പരിഗണിക്കപ്പെട്ടത്? മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യാതിരുന്നത് കൊണ്ടല്ലേ നോഹയും ജോബും ഒക്കെ നീതിമാന്മാരായി ബൈബിളിൽ പരിഗണിക്കപ്പെട്ടത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതവും ഇതുപോലെ ആയിത്തീരണമെന്നല്ലേ നമ്മുടെ കർത്താവിൻ്റെ ആഗ്രഹം? ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ചിന്തിപ്പിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇനിയുള്ള ഈ അനീതി നിറഞ്ഞ ലോകത്ത്, ഈ വഞ്ചന നിറഞ്ഞ ലോകത്ത്, കാപട്യം നിറഞ്ഞ ലോകത്ത്, ദുഷ്ടത നിറഞ്ഞ ഈ ലോകത്ത്, സ്വാർത്ഥത നിറഞ്ഞ ഈ ലോകത്ത് സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ട് നഷ്ടം സഹിച്ചും ക്ലേശം സഹിച്ചും നമ്മൾ മുന്നേറാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 92:12, നീതിമാൻ പന പോലെ തഴയ്ക്കും, ലബനോനിലെ ദേവദാരു പോലെ അവൻ വളരും. അപ്പം നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊണ്ടാൽ നമ്മളെ ദൈവം ഉയർത്തും. അവൻ ശക്തി പ്രാപിക്കും, അവൻ അനുഗ്രഹം പ്രാപിക്കും. അവൻ്റെ കാലിടറാൻ ദൈവം അനുവദിക്കില്ല. നീതിമാൻ കുലുങ്ങാൻ ദൈവം അനുവദിക്കില്ലെന്ന് വചനം പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. നീതിമാൻ അടിപതറാൻ ദൈവം അനുവദിക്കില്ലെന്ന് വചനം പറയുന്ന. അവന് ക്ലേശങ്ങളുണ്ടാകാം, ബുദ്ധിമുട്ടുണ്ടാകാം, എങ്കിലും ദൈവം അവൻ്റെ കൂടെ നിന്ന് അവൻ്റെ നീതിക്കൊത്തവണ്ണം, അവൻ്റെ സത്യത്തിന് ചേർന്ന വണ്ണം അവന് വേണ്ടി നമ്മുടെ കർത്താവ് പ്രവർത്തിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18-19 വാക്യങ്ങൾ അതിങ്ങനെയാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. നീതിമാനായ യോസഫിനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. യേശുവിൻ്റെ അമ്മയായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പുരുഷൻ ഇത് താങ്ങാൻ പറ്റുമോ? എങ്കിലും ജോസഫിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ജോസഫ് നീതിമാനായതുകൊണ്ടും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായതുകൊണ്ടും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. നോക്കിയേ, തൻ്റെ സഹോദരന് അർഹതപ്പെട്ടത് കൊടുക്കുന്ന നീതിമാനായ ജോസഫ്. എന്ന് വെച്ചാൽ വിവാഹം നിശ്ചയം കഴിഞ്ഞ ഈ പെൺകുട്ടി പരിശുദ്ധാത്മാവിലാണ് ഗർഭിണിയായതെന്നൊന്നും ജോസഫിന് അറിഞ്ഞുകൂടാ. വല്ല അവിഹിത ബന്ധമായിരിക്കുന്ന അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം. എന്നാലും ആ പെൺകുട്ടിക്ക് ഒരഭിമാനമുണ്ട്, അത് നമ്മളായിട്ട് കളയാൻ പാടില്ല. അവൾക്ക് സമൂഹത്തിലൊരു വിലയുണ്ട്. ഒരുപക്ഷെ അവളൊരു തെറ്റുകാരിയാണെങ്കിലും അവക്കുമുണ്ട് ഒരഭിമാനം, അവക്കുമുണ്ട് ഒരു പേഴ്സണാലിറ്റി, അവക്കുമുണ്ട് ഒരു അന്തസ്സ്. അത് നമ്മൾ കളയാൻ പാടില്ല. ഇതാണ് നീതിമാൻ്റെ ചിന്ത. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഇങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പറ്റുമോ സഹോദരങ്ങൾ? നമ്മൾ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ ആരെങ്കിലും അപമാനിക്കാൻ, നിന്ദിക്കാൻ, പാരവയ്ക്കാൻ, ചതിക്കാൻ, വഞ്ചിക്കാൻ അവസരം നോക്കുന്ന ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലില്ലേ, നമ്മുടെ സമൂഹത്തിലില്ലേ? ഇവിടെ എന്താ ഈ ജോസഫ് നിശ്ചയിക്കുന്നത്? അവൻ നീതിമാനായതുകൊണ്ട് അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായക കൊണ്ട് അവളെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ. കണ്ടോ? പ്രൈസ് ദ ലോർഡ്. ബൈബിൾ പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ നീതി ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ലെന്ന് ഓർത്തുകൊള്ളുക. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം 20-ാമത്തെ വാക്യം. മത്തായി 5:20 പറഞ്ഞ് ഈ വചന ശുശ്രൂഷ ഇവിടെ അവസാനിക്കുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്ന നീതി അല്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ണടച്ച് കരങ്ങൾ കൂപ്പി പിടിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ ലോകത്തിലെ സാധാരണ മനുഷ്യരുടെ നീതി അത് ചിലപ്പോൾ ഒരു കാരണത്തെ അടിച്ചാൽ മറ്റേ കാരണത്തെ അടിക്കുന്ന നീതിയായിരിക്കാം, അർഹതപ്പെട്ടവൻ്റെ ഇത് പിടിച്ചു പറിച്ചെടുക്കുന്ന നീതിയായിരിക്കാം. എന്നാൽ അതല്ല ഈശോ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നീതി ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിക്കുന്ന നീതി അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. കർത്താവെ, നീതിയോടും സത്യത്തോടും കൂടി ജീവിച്ച് അങ്ങേ മഹത്വപ്പെടുത്താൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ആമോസ് 5:24 പറയുന്നത് പോലെ നീതി സത്യം ഇവ രണ്ടും ഒഴുകട്ടെ കർത്താവെ. നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും പറ്റാത്ത നീർച്ചാല് പോലെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഇത് പുറത്തേക്ക് ഒഴുകട്ടെ. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളിൽ നിന്ന്, എല്ലാ മനുഷ്യരിൽ നിന്ന് നീതിയും സത്യവും പുറത്തേക്ക് ഒഴുകാൻ അവിടുന്ന് ഇടവരുത്തണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, നീതിമാന്മാരായി ജീവിച്ച് മരിച്ച് കർത്താവെ അങ്ങേ മഹത്വപ്പെടുത്താൻ ഞങ്ങൾക്കിട വരുത്തണമേ. സ്വർഗരാജ്യത്തെ പ്രാപിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കേട്ട വചനങ്ങൾ വിശുദ്ധിയിലും നീതിയിലും സത്യത്തിലും ജീവിക്കാൻ നിങ്ങൾക്ക് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.